ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ദൈവാശ്രയം കൈവിടാതെ ധീരതയോടും പ്രത്യാശയോടും കൂടെ കർത്താവിനെ സേവിച്ചിട്ടുള്ള ഒരുപാട് ദൈവഭക്തന്മാരുണ്ട്. IPC ഹെബ്രോൺ ഹ്യൂസ്റ്റണിൽ കർത്താവിനെ ആരാധിക്കുന്ന ഞങ്ങളുടെ ബാലശീല പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒക്കെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ആവേശം പകരുന്ന അനുഭവങ്ങളാണ്. ഞങ്ങളുടെ ബാലശീല പിതാവ് മദർ ജോർജ് കുര്യൻ ധാരാളം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം കൈവിടാതെ വലിയ പ്രത്യാശയോടും പൂർണ്ണ ധൈര്യത്തോടും കൂടെ ദൈവത്തെ സേവിപ്പാൻ കർത്താവ് തനിക്ക് ഭാഗ്യം നൽകി. തൻ്റെ ജീവിതാനുഭവങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ചർച്ചിൻ്റെ അടുത്തൊരു വീടെടുത്ത് ഇവിടെ ഇങ്ങനെ താമസിക്കാനുള്ള കാരണം ചർച്ചിൽ എനിക്ക് കൂട്ടായ്മയ്ക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ചർച്ചിൽ എപ്പോഴും കടന്നു വരുവാനും ദൈവമക്കളോടുകൂടി കൂട്ടായ്മ ആചരിക്കുവാനും അവസരം ഉണ്ടാകണം എന്നുള്ള ഒരു കാരണത്തെ കൊണ്ടാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഇവിടെ നടക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ചർച്ചാണ്. അനേകർക്ക് കൈത്താങ്ങലായിരിക്കാനും അനേക ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ ഈ ചർച്ച് മുഖാന്തരം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രെയർ ലൈനിലെ രാവിലത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ, പ്രത്യേകിച്ച് ഞാൻ ഏകനായി വീട്ടിൽ താമസിക്കുമ്പോൾ ആ പ്രാർത്ഥന അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ഒരു ആശ്വാസവും സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്തെല്ലാം പ്രയാസങ്ങൾ കൂടി ഞാൻ കടന്നു പോയ അവസരങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെയും എനിക്ക് പലപ്പോഴും വിടുതൽ ലഭിച്ചിട്ടുണ്ട്. 2016 എനിക്ക് കിഡ്നി ഒരു ലീഷൻ ഉണ്ടായി, ഒരു കിഡ്നിയുടെ സർജറി നടന്നു. അപ്പോൾ ഇവിടുത്തെ സഭയും ലോകത്തിലുള്ള എല്ലാ സഭകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന മൂലം എനിക്ക് അത്ഭുത വിടുതൽ ഉണ്ടാകുവാനിടയായി. ഈ ഫെബ്രുവരിയിൽ ഉണ്ടായ അത്ഭുത രോഗശാന്തി, ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമെന്ന ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. കാരണം അതുപോലെ ഞാൻ സിക്കായിട്ട് വളരെ വീക്കായിട്ട് ഞാൻ ഷിബുവാണ് മിക്കവാറും ഹോസ്പിറ്റലിൽ കടന്നു വന്നുകൊണ്ടിരുന്നത്. അവനോട് ഞാൻ പറയാതിരിക്കാണ് എൻ്റെ അഭാവത്താൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണമെന്നുള്ളത് അവനോട് പറയാനൊക്കെ ഇരുന്ന് ഒഴിഞ്ഞപ്പോഴാണ് അന്ന് സൺഡേ മോർണിംഗിൽ പാസ്റ്റർ മാർച്ച് 31 എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം കംപ്ലീറ്റ് മാറി പരിപൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹപ്രകാരം 1000 കുടുംബങ്ങൾ ഈ ചർച്ചിൽ കടന്നു വരുവണം. അതുപോലെ 1000 മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഈ ചർച്ചിന് മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.